ഹലോ ഗേസ്, നമുക്കിന്നൊരു തട്ടിക്കൂട്ടി ചിക്കൻ കറിയുടെ റെസിപ്പി ആയാലോ? എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കുഞ്ഞു റെസിപ്പിയാണ് ഇന്നിവിടെ പറയുന്നത്. നമുക്ക് ചിക്കൻ കറി പല രീതിയിലും വയ്ക്കാം കേട്ടോ. എങ്ങനെ വെച്ചാലും ചിക്കൻ കറി നല്ല ടേസ്റ്റാണ്. എങ്കിലും എളുപ്പത്തിലും പെട്ടെന്ന് വയ്ക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ? ഞാനിന്നിവിടെ 1/2 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് പറയുന്നത്. നമ്മുടെ റിലീഷിൻ്റെ ഫ്രഷ് മീറ്റ് ആണ് എടുത്തിട്ടുള്ളത്. 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഡെലിവറി ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ വന്ന് നമ്മൾ കഴുകി എടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് വലിയ പീസുകളായിരുന്നേ. നമ്മളതിനെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ സവാളയും 3 ചെറിയ സവാള ആയതുകൊണ്ടാണ് 4 എണ്ണം എടുത്തത്. നിങ്ങൾക്ക് സവാളയുടെ സൈസ് അനുസരിച്ച് എടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് നല്ല കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പച്ചമുളക് എടുക്കാം. പച്ചമുളകും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് അരിഞ്ഞു വയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചതച്ച് പേസ്റ്റായിട്ട് എടുക്കാം. എനിക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു തക്കാളി കുഞ്ഞു കുഞ്ഞായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു പാൻ എടുത്ത് അടുപ്പത്തിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ആദ്യം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കണേ. 1-2 മിനിറ്റ് അത് വഴണ്ട് വന്ന ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. സവാളയും നമ്മുടെ പച്ചമുളകുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വഴറ്റുക. ഉപ്പിട്ടാൽ നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വാടി വരുന്നതാണ്. അതിനാണ് കുറച്ച് ഉപ്പും കൂടെ ഇടുന്നത്. നമ്മുടെ സവാള നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണേ. നമ്മുടെ സവാള ഇത് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് പൊടികൾ ചേർക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മളെ പൊടികളൊക്കെ എന്ത് ചെയ്യും, കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ചെറിയ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുവാണ്. 1/2 കിലോ ചിക്കന് നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി എടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെയൊക്കെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കരിയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. വേണമെങ്കിൽ നമുക്ക് കുറച്ചൊരു കുഞ്ഞ് വെള്ളം കൂടെ അതിൽ തളിച്ചു കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് കരിയത്തില്ല. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർക്കുക. തക്കാളി കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെറിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വാട്ടിയെടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ പച്ചച്ചുവ മാറത്തില്ല. അങ്ങനെ നമ്മുടെ സവാളയും പൊടികളും ഒക്കെ നന്നായിട്ട് മിക്സായതിന് ശേഷം നമ്മളവിടെ കഴുകി വെച്ചിരിക്കുന്ന നമ്മളെ ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇവിടെ ചിക്കൻ അരിപ്പയിൽ വെച്ചിരുന്നതുകൊണ്ടാണ് ചിക്കന് പുതിയ ഡിസൈനൊക്കെ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാൻ ഇവിടെ 1/2 കപ്പ് വെള്ളമാണ്, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം 1/2 കപ്പ് ഒഴിച്ചാൽ മതി. നമ്മൾ എന്തായാലും ചിക്കൻ വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് വെള്ളം കൂടെ ഇറങ്ങി കൂടുതലായിപ്പോൾ. അപ്പോൾ നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കണം. മൂടി വെച്ച് വേവിച്ചതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിക്കാതിരിക്കാൻ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും 10 മിനിറ്റ് കൂടെ വീണ്ടും വേവിക്കണം. ഇതൊരു ഈസി ചിക്കൻ റെസിപ്പിയാണ്. നമുക്ക് ചിക്കൻ പല രീതിയിലും വയ്ക്കാം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 10 മിനിറ്റൊക്കെ ആയപ്പോൾ അതിൻ്റെ തിളയൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കരിവേപ്പിലയും മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കരിവേപ്പില മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ല കട്ടിയിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ വറ്റിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ടാറ്റാ ബൈ ബൈ, സീ യു.